ഞങ്ങൾക്കെന്താ ചെടിയില്ലേ? ഞങ്ങൾക്കെന്താ ജീവിക്കണ്ടേ? കോൺഗ്രസ് ജയിച്ചു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ മരിച്ചു പോകാം. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാം, മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്കും ജീവിക്കണം, എല്ലാവർക്കും ജീവിക്കണം. എന്താ വെച്ചാൽ ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് തന്നെ നിങ്ങളാണ് അല്ലേ? ഇതിനു മുമ്പ് 10 വർഷം നിങ്ങൾ ഭരിച്ച സമയത്ത് എങ്ങനെയാണോ പോലീസ് ബിഹേവ് ചെയ്തത് അതുപോലെ ബിഹേവ് ചെയ്യും. അങ്ങനെയല്ലായിരുന്നോ? ഇവിടെ ഇതിനു മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടി ഭരിച്ചിട്ടുണ്ട്. അന്നൊന്നും കാണാത്ത ഒരു വേറൊരു രീതിയായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരള പോലീസിന്റെ അടുത്തുനിന്നും. ഒരുപക്ഷെ അവരുടെ നിവൃത്തികേടും ഉണ്ട് ആയിരിക്കും. ഈ ഒരു ഇതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കാണിച്ചു കൂട്ടിയ ആ ഒരു ഇത് അത്രത്തോളം എല്ലാവരും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ജനങ്ങളെ എല്ലാവരും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇതിപ്പോ പോലീസല്ലേ, പോലീസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ കെ എസ് യുവിന്റെ പ്രവർത്തകരെ നിങ്ങളെ മർദ്ദിച്ചിട്ടില്ലല്ലോ, ഉണ്ടോ? ഇല്ല. എന്താ വെച്ചാല് കെ.എസ്. യുവിന്റെ പ്രവർത്തകർ സാധാരണ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യാറ്. നിങ്ങൾ കാണിച്ചാൽ ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചു കൂട്ടിയത് പോലീസിന്റെ മുമ്പിൽ നിന്നിട്ട് നിങ്ങളെ തല്ലിണത് പോലീസുകാർക്ക് നോക്കി വരെ നിൽക്കേണ്ടി വന്ന ഗതികേട് ഇവിടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. സത്യം പറയല്ലോ, ഈ ഒരു വീഡിയോ കണ്ടു നോക്ക് നിങ്ങൾ. ഈ ഒരു വീഡിയോ കണ്ടു നോക്കും. ഞാൻ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ഇതാക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് കമ്മ്യൂണിസത്തെ ഇത്രത്തോളം വെറുത്ത് എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് കമ്മ്യൂണിസ്റ്റാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്നാളൊരു ദിവസം ഒരു വീണ ജോർജ് നമ്മുടെ ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു ഇഷ്യൂ വന്ന സമയത്ത് പാർട്ടി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു പറഞ്ഞു. സാധാരണയായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടവർ പോലീസാണ്. പാർട്ടി പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പറഞ്ഞിട്ട് എന്താ പറയുക ഒരു ഇത് വന്നു. അപ്പം ഞാൻ എൻ്റെ മൂത്തച്ഛനോട് അടക്കം ചോദിച്ചിട്ടുണ്ട്, പാർട്ടി എന്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പം ഞങ്ങൾ പാർട്ടി കൊടുക്കും ഇതാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യ്, പോലീസിൻ്റെ തൊപ്പെടുത്തിട്ട് പാർട്ടിയിലുള്ള ആൾക്കാരുണ്ട് DYFIക്കാർക്ക് അവർക്ക് വെച്ചു കൊടുക്കാൻ പറഞ്ഞു. അതല്ല അതിൻ്റെ മര്യാദ. കാരണം പോലീസ് എന്ന് പറയുന്നത് ഇവിടെ എന്തിനാണ് വെച്ചാൽ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഇതാക്കാനാണ്. ഇവിടെ ഇഷ്യൂ വന്നാൽ കഴിഞ്ഞ ഒരു 10 വർഷത്തോളം ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ കരിങ്കൊടി കാണിച്ചാലൊക്കെ ഇവിടെ പോലീസുകാരെക്കാട്ടിലും ഇറങ്ങിയിരുന്നത് പാർട്ടിക്കാരാണ് അല്ലേ? ആണ്. ഞാനിപ്പോൾ ഇത് പറഞ്ഞതിന് കുറേ ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ കയറിയായിട്ടും അതൊക്കെ പറയും. ഞാൻ പറയല്ലോ, ഓരോരുത്തർക്ക് വ്യക്തിപരമായിട്ട് ഓരോരോ പാർട്ടി ഉണ്ടാവും. തല്ലാനും കുത്താനും കൊല്ലാനും ഇതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല. അതിന് കോൺഗ്രസ് ആണെങ്കിലും എനിക്ക് യോജിപ്പില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു വണ്ടൂര്, ഞങ്ങളുടെ തൊട്ടടുത്ത് വണ്ടൂര് ഒരു ഇഷ്യൂ നടന്നു. ബാർബർ ഷോപ്പിൽ ഒരുത്തം വന്നിട്ട് എന്തോ വെച്ചിട്ട് കുത്തി, DYFIക്കാരനെ കുത്തി. അപ്പം ഞാൻ അതിൻ്റെ ചോട്ടിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിന് ഇങ്ങനെ ഇതാണെന്നുണ്ടെങ്കിൽ അതിനുള്ള തക്കതായ ശിക്ഷ അവനക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു കോൺഗ്രസ്കാരിയാണ്, കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. അതിനിപ്പോൾ കോൺഗ്രസ്സിലാണെങ്കിലും മാർക്സിസ്റ്റിലാണെങ്കിലും ഒക്കെ ജീവനെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് ഒരു ഭരണത്തിനോട് എനിക്ക് യാതൊരു വിധ യോജിപ്പുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു വീഡിയോ വന്നു. അപ്പം ഇതിനു മുൻപ് ഇവർ DYFIക്കാർ അവരെ ഇട്ടിട്ട് പെരുമാറിയതിൻ്റെ വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പം ഇതൊക്കെയാണ് എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ തല്ലാനും കുത്താനും ഒക്കെ പോണത്. എന്താ വെച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുണ്ട് ആളുകൾ നിങ്ങളെ കാത്തിരിക്കണം, ഭാര്യയായിട്ടും മക്കളായിട്ടും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഓരോ വീട്ടിലുണ്ട്, ഈ കൊല്ലപ്പെടുന്ന ആൾക്കാരുടെ വീട്ടിലുണ്ട്, കൊല്ലുന്ന ആൾക്കാരുടെ വീട്ടിലുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളാണ് മരണപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള ഒരു അനാഥരാവുകയാണ്. എന്തിനാ ഈ ആക്രമണ സ്വഭാവമുള്ള രാഷ്ട്രീയമൊക്കെ? ഇപ്പം എത്ര ചിന്തിച്ചാൽ മതി, നിങ്ങൾക്കുണ്ട് രാഷ്ട്രീയം, ബാക്കിയുള്ളവർക്കുണ്ട് രാഷ്ട്രീയം. നിങ്ങൾ ജയിച്ചാൽ നിങ്ങളും അർമാദിക്കും, ഓരോ ജയിച്ചാലും ഓരോ അർമാദിക്കും. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇപ്പൊ ഇവര് പറഞ്ഞത് കോൺഗ്രസ് ജയിച്ചു വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേന്നാണ്. നിങ്ങൾക്ക് ജീവിക്കണം, എല്ലാവർക്കും ഇവിടെ ജീവിക്കണം, എല്ലാവർക്കും ജീവിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ഭരണത്തിലിരുന്ന സമയത്ത് കാണിച്ചു കൂട്ടിയ ഒരു വീഡിയോ ഞാനിതിവിടെ പോസ്റ്റ് ചെയ്യാണ്. എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? എന്താ പറയുക, ഹെൽമെറ്റ് വെച്ചിട്ട് തലക്കടിക്കുക കരിങ്കൊടി കാണിച്ചതിന്. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇപ്പോൾ 34 സീറ്റിൽ ഒതുങ്ങിയത്, 35 സീറ്റിൽ ഒതുങ്ങിയത്. നിങ്ങൾ എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഒരു കാരണം കൊണ്ട് മാത്രം. ജനാധിപത്യ ഭരണത്തിൽ സർവ്വസാധാരണമായിട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാവും. അതിനടിച്ചമർത്താൻ പോലീസുകാരാണ് സാധാരണ നിയോഗിക്കൽ. ഇതങ്ങനെയല്ല. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് 10 വർഷമായിട്ട് ഇപ്പോൾ പോലീസുകാരല്ലേന്നു കൂടുതലും, പാർട്ടിക്കാരും കണ്ട് ഇറങ്ങിയേനു. ഞാൻ പറയട്ടെ, ഇപ്പം കോൺഗ്രസ് ആണ് ഭരിക്കണത്.
പല ഇഷ്യൂലും നിങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ടി വരും. അതിന് ഞങ്ങൾ ഇവിടുത്തെ പാർട്ടിക്കാരാണ്ട് ഇറങ്ങിയാണ്ട് അതിനെ അടിച്ചമർത്തുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതൊരു ജനാധിപത്യമല്ല. പോലീസ് വരാം, പോലീസിന് പ്രതിഷേധക്കാരെ പിടിച്ചുകൊണ്ടുപോവുക എല്ലാം ചെയ്യാം. പക്ഷേ അതിന് പകരം നിങ്ങൾ പാർട്ടിക്കാരിറങ്ങിയ പകരം കോൺഗ്രസ് പ്രവർത്തകരാണ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. രണ്ട് തമ്മിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയല്ലേ ചെയ്യുക. ഇവിടെ ജീവിക്കാൻ സമ്മതിക്കും, ക്രമസമാധാനം ഇല്ലാണ്ടാവല്ലേ ചെയ്യാം. അന്ന് കോൺഗ്രസ്സുകാർ കുറച്ച് ഒതുങ്ങിയതുകൊണ്ട് മാത്രമാണ് ഒന്നും ഒരു ഇഷ്യൂവും വരാഞ്ഞത് ഈ ഒരു കേരളത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെ സ്വഭാവത്തിന് അതേപോലെയാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെയൊക്കെ ഈ ഭൂമിയിൽ ഒരുപാട് ആൾക്കാർ ഇല്ലാണ്ടായിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അന്നത്തെ ആ ഒരു ഇഷ്യൂ ഇത്രത്തോളം നിങ്ങളുടെ സ്വഭാവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചത്തിട്ടുണ്ടാവും എല്ലാവരും. കാരണം എന്തിനാണ് ഇങ്ങനെ ഈ അക്രമപരമായിട്ടുള്ള ഈ ഒരു രാഷ്ട്രീയം ആയിക്കോട്ടെ, രാഷ്ട്രീയമൊക്കെ എല്ലാവർക്കും ഉണ്ട് രാഷ്ട്രീയം. ഈ പറയുന്ന എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട് രാഷ്ട്രീയം. തന്നെ ഞാനിപ്പോൾ കോൺഗ്രസ് ജയിച്ചപ്പോൾ ഞാനിങ്ങനെ വീഡിയോ, എനിക്ക് എന്താ പറയുക, ഈ വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ ജയിക്കുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റും നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവില്ല, ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് വീഡിയോ ചെയ്തിട്ടതിന് എത്രങ്ങാനും കമൻറ്റ് വന്നിട്ടില്ലെന്ന് അറിയാം, ഭീഷണിപ്പെടുത്തിയിട്ട്. അതേപോലെ തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നോക്കിയപ്പോൾ ഇങ്ങനെ ഇട്ട എല്ലാ ലേഡീസിന്റെ കമന്റ് ബോക്സിലും പോയിട്ട് ഇവര് ഫേക്കായിട്ടും അല്ലാതെയൊക്കെ ഭീഷണിപ്പെടുത്തിങ്ങാണ്ടൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്. എന്താണ് അതിനോടൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്? ഞങ്ങളൊക്കെ നല്ല മര്യാദക്ക് ജീവിച്ചു പോവുക, കുട്ടികളും മക്കളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളെ മക്കൾക്കാണ് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ വീട്ടിലുണ്ട് ലേഡീസും, അല്ല നിങ്ങളുടെ വീട്ടിലുണ്ട് അനിയന്മാരും, നിങ്ങളുടെ വീട്ടിലും പെങ്ങന്മാരും ഉണ്ട്. ഇത് കോൺഗ്രസ്സുകാരോടും കൂടിയാണ് ഇങ്ങനെ ഈ അടിക്കാനും കുത്താനും പോകുമ്പോൾ ഉള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്. എല്ലാവരുടെ വീട്ടിലും ഉണ്ട് ആളുകൾ, നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ദയവ് വിചാരിച്ചിട്ട് അക്രമപരമായിട്ടുള്ള ഒന്നും ചെയ്യല്ലേ. എൻ്റെ പോസ്റ്റിന്റെ ചോട്ടിലും വേറെ ആൾക്കാരുടെ പോസ്റ്റിന്റെ ചോട്ടിലൊക്കെ കണ്ടിട്ടുള്ള ഒരു വേർഡ്സാണ്, ഭരണമുള്ള സഖാക്കളെക്കാട്ടിലും ഭയക്കേണ്ടത് നിങ്ങൾ ഭരണമില്ലാത്ത സഖാക്കളെയാണ്. സഖാക്കളിട്ട കമന്റാണത്. അപ്പൊ ഒന്ന് ആലോചിച്ചോക്ക്. നിങ്ങളും സംഘികളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉത്തരേന്ത്യയിലുള്ള സംഘികളും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മളിങ്ങനെ പറയണ്ടല്ലോ, അവിടെ തല്ലിക്കൊന്നു ഇവിടെ തല്ലിക്കൊന്നു, അങ്ങനെ ആയതു സംഘികൾ ഭരിക്കണോർത്ത് അങ്ങനെയാണ്, സംഘികൾ ഭരിക്കണോർത്ത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റും കാര്യങ്ങളും നമ്മൾ ഇതേപോലെ ഒരു ഇതിലുണ്ട്. നമ്മളൊക്കെ മലയാളികളല്ലേ, ഒന്നുമില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യത്തുള്ള ആൾക്കാരല്ലേ. അങ്ങോട്ട് ഇട്ടുന്ന കമന്റാണ്. ഭരണമുള്ള സഖാക്കളെയും കാട്ടിലും നിങ്ങൾ ഭയക്കേണ്ടത് ഭരണമല്ലാത്ത സഖാക്കളെയാണ്. ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു കേരളത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കി എല്ലാം ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോസ്റ്റായിട്ടും നമ്മൾ ചിലപ്പം വീഡിയോസിലൊക്കെ എല്ലാവരും പറയുമായിരിക്കും, ഫിസിക്കലി അങ്ങനെ ഈ ബാക്കിയുള്ള അറ്റാക്ക് ചെയ്തിട്ടും അങ്ങനെയൊന്നും ചെയ്യല്ലേ നിങ്ങൾ ആരും. കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും ഇനിയിപ്പോൾ ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും ജീവിക്കണം ഇവിടെ. അതിന് നിങ്ങൾ ഇങ്ങനെ ഈ ഗുണ്ടകളെ പോലെ പെരുമാറില്ല. ഇപ്പോൾ ആ ഒരു ഷുഹൈബ് വധക്കേസിലുള്ള ഒരു പ്രതിനെ റെഡ് കമ്മ്യൂണിസ്റ്റുകാരിങ്ങനെ അവൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു കൊലപാതകിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് എന്തോ വലിയൊരു സംഭവമാക്കിയാണ് ഷെയർ ചെയ്യാണ്. അതിനിപ്പോൾ ഇവരെന്നല്ല, ഇനിയിപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരാണ് കൊന്നുകിടുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ ഒരു പോസ്റ്റൊക്കെ ഷെയർ ചെയ്യാന്ന് ഭയങ്കര ഇതാക്കി ഷെയർ ചെയ്യാന്നുള്ളതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. മരണപ്പെട്ട ആളുകൾക്ക് നീതി കൊടുക്കണം. അത് ഇനി കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചിന്തിച്ച് നോക്കി. എന്താ വെച്ചാൽ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണെന്നുള്ളത് ചിന്തിച്ച് നോക്കി. നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കി. നിങ്ങൾ ചെയ്ത് കൂട്ടിയതാണിത്. നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറ. നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്നുള്ളത്. കരിങ്കൊടി കാണിക്കൽ സർവ്വസാധാരണമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് കരിങ്കൊടി കാണിക്കൽ സാധാരണമാണ്. പക്ഷെ അതിന് നിങ്ങൾ കാണിച്ചു കൂട്ടിയതൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇത്രത്തോളം ഹെൽമെറ്റ് എടുത്തിട്ടൊക്കെ തലക്കടിച്ചിട്ടുള്ളത് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കുടുംബത്തിൽ അയാളെ ഭാര്യനെ വിധവയാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം പറയും. നിങ്ങൾ നോക്കുമോ ആ മക്കൾക്ക്? നിങ്ങൾ ആ നഷ്ടം നികത്തി കൊടുക്കുവോ? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊന്ന് ബുദ്ധി വെച്ചിട്ട് ആലോചിച്ച് നോക്കി. ഇപ്പം നിങ്ങൾ ഇതേപോലെ ഇതിന് കഴിഞ്ഞ മുൻപത്തെ സർക്കാർ 2014 കണ്ടട്ടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ തലക്കെറിഞ്ഞു. കരിങ്കൊടിയല്ല നിങ്ങൾ കാണിച്ചത്, തലക്കെറിഞ്ഞ് തല പൊട്ടിച്ചിട്ടുണ്ട് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് എന്തും ചെയ്യുക, ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും പാടില്ല എന്നുള്ള ആ ഒരു സിസ്റ്റം നിങ്ങൾ ഒഴിവാക്കുക. സത്യം പറയാലോ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആകുക. ഒന്നുമില്ലെങ്കിലും കമ്മ്യൂണിസം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിങ്ങളൊന്ന് വാ. സത്യം പറയാം, സങ്കടമാണ് ഈ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ. നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ലജ്ജ തോന്നുകയാണ് സത്യമായിട്ട്. കമ്മ്യൂണിസത്തിന്റെ തോട്ടും കാര്യങ്ങളൊന്നും ഇതല്ല.
കമ്മ്യൂണിസം എന്നുള്ളത് എന്താണെന്നുള്ളത് ശരിക്കും ഒന്ന് പഠിച്ചിട്ട് നല്ല മര്യാദക്കൊന്ന് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും നിങ്ങൾ. സത്യം പറയാലോ, എന്തിനാ ഇങ്ങനെ ഈ അക്രമാസക്തായിട്ട് പെരുമാറണം നിങ്ങൾ? സത്യമായിട്ട് ഞാൻ എൻ്റെ എല്ലാവരുടെ അടുത്തും അടക്കാണ്. എനിക്ക് DYFIക്കാരെല്ലാവരും ഒന്നും വെറുപ്പവും കാര്യങ്ങളൊന്നുമില്ല. DYFIക്കാർ നല്ല ആൾക്കാരും ഉണ്ട്. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല DYFI പ്രവർത്തകരുണ്ട്, നല്ല ആൾക്കാരുണ്ട്. എന്തൊരു ഇഷ്യൂ വരികയാണെങ്കിലും അവിടെ ഉണ്ടാവും അവർ സേവകരായിട്ട്. അതാണ് വേണ്ടത്, അല്ലാണ്ട് ഇങ്ങനെ അക്രമം കാണിക്കുകയല്ല വേണ്ടത്. എനിക്ക് ഇങ്ങനത്തെ ഇവരെ കാണുമ്പോഴാണ് എനിക്ക് ഈ വെറുപ്പ് വരുന്നത്. സത്യം പറയാലോ, ഈ വെറുപ്പ് വരും. പക്ഷെ ഞങ്ങളിവിടെ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇഷ്ടം തോന്നും. കാരണം അവരെന്തൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും ഇപ്പം ഇവിടെ വൈറ്റ് കാർഡും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും കേട്ടോ, എല്ലാവരും ഉണ്ടാവും, ഇല്ലാന്നല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ചുരൽമല പൊട്ടിയ സമയത്ത് ഇവിടെ കുറേ ഡെഡ് ബോഡീസ് വരുന്ന സമയത്ത് എത്രങ്ങാനും DYFI പ്രവർത്തകരാണെന്നറിയോ, എത്രയോ എഫേർട്ട് എടുത്തിട്ടാണെന്നറിയോ അവരെയൊക്കെ അവരെ നാട്ടിലെത്തിച്ചത്. അതും DYFI പ്രവർത്തകർ തന്നെയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്ക്. നമ്മൾ എന്താ പറയുക, ഇപ്പം എന്തൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും ഇപ്പം അയൽനാട്ടുകാരാവും അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാരാവും, കോൺഗ്രസ് പ്രവർത്തകരുണ്ടാവും, കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാരാവും. അവർ പിന്നെ ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ശത്രുക്കളാവുകയാണ്. ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് ഓരോരോ രാഷ്ട്രീയം ഉണ്ടാവും. ആ രീതിയിലൊന്ന് വിട്ടാൽ മതി, അത്രയേ ഉള്ളൂ പറയാൻ. ഇനിയെങ്കിലും ഒന്ന് നല്ല മര്യാദക്കൊന്ന് നിൽക്കുക എല്ലാവരും, എല്ലാ പ്രവർത്തകരും. കാരണം ഒരാളെയും മരണം കൊണ്ട് കെട്ടിപ്പടുത്തുയർത്തേണ്ടതല്ല നമ്മുടെ കേരളം. ഒരാളെ മരണം കൊണ്ടും ഉയർത്തേണ്ടതല്ല ഓരോ രാഷ്ട്രീയ പാർട്ടികളും. ദയവ് വിചാരിച്ചിട്ട് മനസ്സിലാക്കുക എല്ലാവരും, ഇത്രയേ ഉള്ളൂ പറയാൻ. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ തിന്നാൻ വരല്ലേ, ഞാൻ ഇതിൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ ഓരോരോ ഇഷ്യൂ വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോരോ ഇഷ്യൂ വരുമ്പോൾ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ട് തോന്നലുണ്ട് എനിക്ക് സത്യം പറയണം. അതിനാണ് ഞാനിങ്ങനെ റിയാക്ട് ചെയ്യണത്.